നമസ്കാരം, ഷാജി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുരശ് പീര വറ്റിച്ചാണ്. നല്ല അടിപൊളിയായിട്ടുള്ള മുരശാണ്. അപ്പോൾ നമ്മളിത് കഴുകി വൃത്തിയാക്കി 2 പീസായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് മാങ്ങയിട്ട് നമുക്കൊന്ന് പീര വറ്റിക്കാം. വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് ഒരു തേങ്ങ, ചെറിയ തേങ്ങ തിരിയതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ബാക്കി നമുക്ക് പിന്നെ നോക്കിയിട്ട് ചേർക്കാം. പിന്നെ കറിവേപ്പില, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നല്ലോണം മിക്സ് ചെയ്യും കൈകൊണ്ട്. പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം. പീര റെഡിയാകാം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ചട്ടി ചൂടാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണ ചൂടാവട്ടെ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ഒരു 2-3 പച്ചമുളക്, പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, 3-4 പച്ചമുളകുണ്ട്. കുറച്ച് കറിവേപ്പിലൂടെ നമുക്ക് ഇടാം. ഇതൊരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയിടും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരുപാടൊന്ന് മൂത്ത് പോകണ്ട, 3-4 മിനിറ്റ് ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നാൽ മതി. ഇതിലേക്ക് നമ്മൾ ഒരു സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു സവാള, ഇതൊരു മാങ്ങയാണ്. ഒരു മാങ്ങ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ ഇതിലൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റും. ഇതിലേക്കൂടെ നമുക്കൊരു ശകലം മഞ്ഞൾപ്പൊടി, ഇത്തിരി വേണ്ട, നമ്മൾ ആ മീനകത്തിൽ മഞ്ഞൾപ്പൊടി ചേർത്താണ്, അതുകൊണ്ട് ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി മീനങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. മീനും തേങ്ങ പീരയും കൂടെ നമുക്ക് മീനൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് നിരത്തിയ ശേഷം തീ ഇച്ചിരി കുറച്ച് വെച്ചിരിക്കുകയാണ്. മീഡിയം തീയിൽ വെച്ച് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി വിട്ട് കൊടുക്കാം. സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ലേശം ഉപ്പൂടെ വേണം. ലേശം ഉപ്പുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് ഒരുപാടങ്ങ് ഇളക്കി കഴിഞ്ഞാൽ ഈ മീൻ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 3-4 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെക്കാം. അപ്പോഴത്തേക്ക് ഇത് റെഡിയാവും. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. തുറന്ന് നോക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ അടിപൊളിയായിട്ടുള്ള പീര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇത് മാങ്ങയൊക്കെ ഇട്ട് വെച്ചുകൊണ്ട് ഒരു നല്ല പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. എല്ലാവർക്കും അറിയാവുന്ന ഒരു ഐറ്റംസ് തന്നെയാണിത്. എങ്കിൽ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം.
അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.